ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ഇപ്പോൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണല്ലോ നാറ്റോ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് നാറ്റോ സൈന്യത്തിൽ ചേരണം. റഷ്യ അതിനെ പരമാവധി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. യുക്രൈനെ ചേർക്കാൻ റഷ്യ സമ്മതിക്കുന്നില്ല. ഇത് ഈ യുദ്ധത്തിന്റെ ഒരു പ്രധാന വിഷയമാണ്. എന്താണ് നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതിനെ റഷ്യ എതിർക്കുന്നത് എന്ന് വിശദമായി നോക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ആരൊക്കെയാണ് നാറ്റോ സഖ്യത്തിന്റെ അംഗരാജ്യങ്ങൾ, എവിടെയാണ് അതിന്റെ ആസ്ഥാനം, എന്താണ് അതിന്റെ ഉദ്ദേശം, ഈ സൈന്യത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ്, ഇതൊക്കെ വിശദമായി നോക്കിയതിനു ശേഷമായിരിക്കും എന്തുകൊണ്ടാണ് റഷ്യ യുക്രൈനെ ഈ സഖ്യത്തിൽ ചേരാൻ അനുവദിക്കാത്തത്, അത് റഷ്യ എതിർത്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തൊക്കെയാണ് എന്ന് വിശദമായി അറിയുവാൻ സാധിക്കുകയാണ്. ആദ്യമായി തന്നെ നാറ്റോ സഖ്യത്തെ കുറിച്ച് വിശദമായി നോക്കാം. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റ് ഓർഗനൈസേഷൻ എന്ന നാറ്റോ. 29 യൂറോപ്യൻ രാജ്യങ്ങളും 2 വടക്കേ അമേരിക്കൻ രാജ്യങ്ങളും ഒരു യൂറേഷ്യൻ രാജ്യവും ഉൾപ്പെടെ 32 രാജ്യങ്ങളാണ് നാറ്റോയിൽ ഇപ്പോഴുള്ളത്. ഇതാണ് നാറ്റോയുടെ ഘടന. 2024 മാർച്ചിൽ ഫിൻലൻഡും സ്വീഡനുമാണ് ഏറ്റവും ഒടുവിൽ നാറ്റോയിൽ ചേർന്ന രാജ്യങ്ങൾ. ഇനി ബെൽജിയത്തിന്റെ ആസ്ഥാനമായ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. നോർത്ത് അറ്റ്ലാന്റിക് അലയൻസ് എന്നും ഇതിനൊരു വിളിപ്പേരുണ്ട്. അതും നാറ്റോയുടെ മറ്റൊരു പേരാണ്. നോർത്ത് അറ്റ്ലാന്റിക് അലയൻസ് എന്ന ഒരു വിളിപ്പേര് കൂടി ഇതിനുണ്ട്. ഇത് 1949 ഏപ്രിൽ 4 അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് രൂപീകരിക്കപ്പെട്ടത്. രൂപീകരണ സമയത്ത് 12 രാജ്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും യൂറോപ്യൻ രാജ്യങ്ങൾ തകർച്ചയിലായിരുന്നു. ഈ അവസരം മുതലാക്കി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സോവിയറ്റ് യൂണിയന്റെ കടന്നുകയറ്റം തടയുകയായിരുന്നു ഈ സഖ്യസേനയുടെ രൂപീകരണ ലക്ഷ്യം. അന്ന് നമുക്ക് അറിയാവുന്നതുപോലെ സോവിയറ്റ് യൂണിയൻ എന്നാൽ വലിയ ശക്തിയാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ച തുടങ്ങുന്നത് തന്നെ 91 ഡിസംബറോടെ സോവിയറ്റ് യൂണിയൻ തകർന്ന് 15 പുതിയ രാജ്യങ്ങൾ രൂപീകരിച്ചു. അപ്പോൾ തന്നെ നമുക്ക് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു വലിയ ശക്തി തകർന്ന് 15 രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടാൽ ആ വലിയ ശക്തി എത്രമാത്രം ശക്തമായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ രൂപീകരിക്കപ്പെട്ട 15 രാജ്യങ്ങൾ കൂടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതായിരിക്കും ഭംഗി. കാരണം അത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് അറിയേണ്ടതുണ്ടല്ലോ. അർമേനിയ, അസർബൈജാൻ, ബെലാറസ്, എസ്തോണിയ, ജോർജിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ലാത്വിയ, ലിത്വേനിയ, മൾഡോവ, റഷ്യ, കജാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, യുക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ. മാത്രമല്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ US ലോകത്തിലെ ഒരു സൂപ്പർ പവർ ആയി മാറുകയും ചെയ്തു. അത് അതിന്റെ ഒരു പ്രധാന പോയിന്റാണ്. 1947 മാർച്ച് 4 ഫ്രാൻസും UK ചേർന്ന് ഡൺകിർക്ക് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ജർമ്മനിയിൽ നിന്നോ സോവിയറ്റ് യൂണിയനിൽ നിന്നോ, ജർമ്മനിയെ കുറിച്ച് നമുക്ക് ചരിത്രത്തിലൊക്കെ അറിയാമല്ലോ. സോവിയറ്റ് യൂണിയനും അതേപോലത്തെ വലിയൊരു ശക്തിയാണ്. എന്തെങ്കിലും അക്രമം ഉണ്ടായാൽ സംയുക്തമായി നേരിടുക എന്നതായിരുന്നു ലക്ഷ്യം. 1948 ബെൽജിയം, നെതർലൻഡ്സ്, ലക്സംബർഗ് എന്നീ രാജ്യങ്ങളും ഇതിൽ ചേർന്നു. പിന്നീടാണ് അമേരിക്ക ഉൾപ്പെടെ ബാക്കി രാജ്യങ്ങൾ കൂടി ചേർന്ന് അങ്ങനെയാണ് നാറ്റോ സംഘടന രൂപീകൃതമായത്. അപ്പോൾ അമേരിക്ക ആദ്യമൊന്നും ഈ സംഘടനയിലില്ല. UK-യും ഫ്രാൻസും കൂടി ഒപ്പുവെച്ച ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഘടനയാണ്. പിന്നീടാണ് അത് പ്രധാനമായും ജർമ്മനിയിൽ നിന്നും, ജർമ്മനിയുടെ പ്രതാപകാലം, സോവിയറ്റ് യൂണിയനിൽ നിന്നും എന്തെങ്കിലും ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടുക എന്നത് തന്നെയായിരുന്നു അതിന്റെ ലക്ഷ്യം. അമേരിക്ക ഉൾപ്പെടെ നാറ്റോ സഖ്യം വലുതാവുന്നത് മനസ്സിലാക്കിയ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ അവരും ഒരു വിപുലമായ ഒരു സംഘടന
രൂപീകരിച്ചു. 1955 കിഴക്കേ യൂറോപ്യൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ സൈനിക സഖ്യം രൂപീകരിക്കുകയുണ്ടായി. അതിനെയാണ് ചരിത്രങ്ങളിൽ വാഴ്സാക്ക് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ഈ സഖ്യം ഓട്ടോമാറ്റിക്കായി ആ സഖ്യം ഇല്ലാതെയായി. സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറത്തു വന്ന രാജ്യങ്ങൾ സുരക്ഷ കണക്കിലെടുത്താണ് നാറ്റോയിൽ ചേരാൻ ഈ തിരക്ക് കൂട്ടുന്നത്. കാരണം പുതിയ രാജ്യങ്ങളാണ്, സൈനിക ബലം കുറവായിരിക്കും, ഏത് ഭാഗത്തു നിന്നും അക്രമം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നാറ്റോയിൽ ചേർന്നാൽ അംഗരാജ്യങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും അക്രമമുണ്ടായാൽ നാറ്റോ സഖ്യം സേന ഇടപെടും. ഇത് കൊണ്ട് തന്നെയാണ് നാറ്റോയിൽ ചേരാൻ എല്ലാവരും തിരക്ക് കൂട്ടുന്നത്. എന്ന് പറഞ്ഞാൽ യുക്രൈൻ പോലത്തെ രാജ്യങ്ങൾ തിരക്ക് കൂട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. എസ്തോണിയയും ലാത്വിയ, ലിത്വേനിയ എന്നീ 3 രാജ്യങ്ങൾ 2004 നാറ്റോയിൽ ചേർന്നിരുന്നു. 2008 ജോർജിയക്കും ഉക്രൈനും അംഗത്വം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും സൈനിക സഖ്യത്തിൽ ചേരാൻ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ശ്രമിക്കുന്നതും റഷ്യയുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്ന ചർച്ചകളിൽ യുക്രൈന്റെ നാറ്റോ പ്രവേശനം മരവിപ്പിക്കാനാണ് പ്രധാന മധ്യസ്ഥ രാജ്യമായ അമേരിക്ക യുക്രൈനോട് ആവശ്യപ്പെടുന്നത്. കാരണം അത്തരമൊരു ചർച്ചയുമായി വന്നാൽ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി അടയുകയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം നാറ്റോയിൽ ചേരുന്ന വിഷയം അവിടെ നിൽക്കട്ടെ, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയുമായി മുന്നോട്ട് പോകാം എന്നാണ് പ്രധാന മധ്യസ്ഥ രാജ്യമായ അമേരിക്കയുടെ അഭിപ്രായം. അത് യുക്രൈൻ പ്രസിഡന്റ് അംഗീകരിക്കും എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പകരം യുക്രൈന് നാറ്റോയുടെ സംരക്ഷണം വേണം എന്നാണ് യുക്രൈന്റെ ആവശ്യം. എന്ന് പറഞ്ഞാൽ യുക്രൈൻ ഇതിൽ ചേരുന്നില്ല എങ്കിലും നാറ്റോ സൈന്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുക്രൈനെ സൈനികമായി സഹായിക്കണം. ഇതാണ് യുക്രൈൻ മുന്നോട്ട് വെച്ച ഈ മധ്യസ്ഥ ചർച്ചകളിൽ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. യുക്രൈന്റെ നാറ്റോ പ്രവേശനത്തെ റഷ്യ എതിർക്കുന്നതിന്റെ പ്രധാന കാരണം അതുകൂടി നോക്കേണ്ടതുണ്ട്. ഈ യുക്രൈൻ കൂടി നാറ്റോയിൽ ചേർന്നാൽ റഷ്യയുടെ 4 ഭാഗത്തും നാറ്റോ സൈന്യത്തിന് ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് യുക്രൈന്റെ നാറ്റോ പ്രവേശനം റഷ്യ തടയുന്നത്. കാരണം ഇപ്പോൾ തന്നെ എല്ലാ ഭാഗങ്ങളിലും ഈ നാറ്റോയിലെ അംഗരാജ്യങ്ങളാണ്. ഇനി യുക്രൈൻ കൂടി ചേർന്നാൽ പിന്നെ അത് പൂർണ്ണ 4 ഭാഗത്തും നാറ്റോ സംരക്ഷണ സേനയായി സഹായം ലഭിക്കുന്ന രാജ്യങ്ങളായി മാറും. അതുകൊണ്ട് തന്നെയാണ് യുക്രൈന്റെ നാറ്റോ പ്രവേശനം റഷ്യ പരമാവധി എതിർക്കുന്നതിന്റെ രഹസ്യം. ഇതൊക്കെയാണ് നാറ്റോ സൈന്യത്തിന്റെ ഇപ്പോൾ നമ്മൾ നാറ്റോ എന്ന് സ്ഥിരമായി കേൾക്കുന്നതിന്റെ ഒരു വിശദാംശങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ വിശദമായി ഈ നാറ്റോയിലെ അംഗരാജ്യങ്ങളും ഇപ്പോൾ നാറ്റോയുടെ സ്റ്റാറ്റസും ഒക്കെ പറഞ്ഞതും യുക്രൈൻ നാറ്റോയിൽ ചേരാൻ ശ്രമിക്കുന്നതിന്റെ കാരണവും അതുകൊണ്ട് യുക്രൈനെ റഷ്യ എതിർക്കുന്നതിന്റെ കാരണവും ഒക്കെ വളരെ വിശദമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായും വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വിഷയം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുവാനും ഉറപ്പിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.